ഹലോ നമസ്കാരം. വെൽക്കം ടു മാഡ് വൈബ്സ് നോട്ട് ചാനൽ. മച്ചന്മാരെല്ലാവരും ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ട് സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. വയനാട് ദുരന്തം നടന്നതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ കുന്തളിപ്പ് കാണിച്ച ആൾക്കാർക്കെതിരെ നാട്ടുകാരും പോലീസുകാരും ആക്ഷൻ എടുത്തതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ആർക്കും ആരെയും സോഷ്യൽ മീഡിയയിൽ ആർക്കും ആരെയും എന്തും പറയാം, എന്തും കമന്റ് ഇടാം എന്ന് ഉള്ള ആ ഒരു സംഭവത്തിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടുകാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും സ്പോട്ടിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? സ്പോട്ടിൽ ആക്ഷൻ എടുക്കാനായിട്ട് നാട്ടുകാർക്കും അല്ലെങ്കിൽ ഈവൻ പോലീസുകാർക്കും കേരള പോലീസിനും പറ്റും എന്നുള്ള ഒരു മെസ്സേജും കൂടി ഇതിലൂടെ പലർക്കും കിട്ടിയിട്ടുണ്ട്. എന്നാലും ചിലവർ മേ ബി ഇനിയും ഇങ്ങനത്തെ ഓരോ കുന്തളിപ്പ് കാണിച്ചുകൊണ്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അജു അലക്സ്, അതായത് നമ്മുടെ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ലാലേട്ടൻ പോയിട്ട് ചെയ്ത കാര്യങ്ങളെ വളരെ വലിച്ചു കയറി ഒട്ടിച്ച് സംസാരിച്ചിട്ടുണ്ട്. ചെകുത്താൻ കുറിച്ച് കാണുന്ന പോലെ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ചെകുത്താൻ ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഇവ നല്ലത് ചെയ്താലും എന്താണെങ്കിലും ഈ ചെകുത്താൻ അല്ലെങ്കിൽ അജു അലക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ചൊറിച്ചിലാണ്. ആൻഡ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ വൈസ് വന്നിട്ട് ആകാശത്തിന് താഴെയും ഭൂമിക്ക് മീതെയുള്ള കാര്യങ്ങളോട് എല്ലാത്തിനോടും അൾട്ടിമേറ്റ് പുച്ഛമാണ്. അപ്പോൾ പുള്ളി ചില സമയത്ത് ചില പോയിന്റ്സ് കേൾക്കുമ്പോൾ തോന്നും ഇത് ശരിയാണല്ലോ, ചില സമയത്ത് തോന്നും ഇത് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആരുടെയും തന്തയ്ക്ക് വിളിക്കാം എന്നുള്ളതല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ അവതരിപ്പിക്കണം, ആ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ ആ വ്യക്തി ചെയ്ത ആക്ടിനെയാണ് നമ്മൾ സംസാരിക്കണം. പക്ഷെ ഇവിടെ പലരും ആ വ്യക്തിയോടുള്ള വിദ്വേഷം കാരണം എന്ത് നല്ലത് ചെയ്താലും ആ വ്യക്തിക്ക് ഇനി മേലെ എക്സിസ്റ്റിംഗ് ഇല്ല എന്നുള്ള രീതിയിൽ ചവിട്ടി അരച്ചാണ് തേക്കുന്നത്. ഇപ്പം എന്തായി, വീട്ടിലിരുന്നും അല്ലെങ്കിൽ കാർ ഓടിച്ചുകൊണ്ടും ഇരുന്ന് അറഞ്ചം പുറഞ്ചം വലിച്ചു കയറിക്കൊണ്ടിരുന്ന ഈ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി കയ്യും കെട്ടി ഇപ്പം മേപ്പോട്ടെന്നുള്ള രീതിയിൽ, അതായത് ഉദാകവ എന്നുള്ള അവസ്ഥയിൽ പോലീസിന്റെ അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് അമ്മയുമായിട്ടുള്ള, അതായത് ഈ ചെകുത്താൻ്റെ അമ്മയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അമ്മ പറയുന്നത് എൻ്റെ മോൻ എന്താ ചെയ്തത്, എൻ്റെ മോൻ ചെയ്തതിൽ എന്താ തെറ്റ്, അഭിപ്രായം പറഞ്ഞതാണോ തെറ്റ്, ഇവിടെ അഭിപ്രായം പറയണ്ടേ, ഈ ദുരിത ഭൂമിയിൽ ഈ മാതിരി ഇങ്ങനത്തെ കാണിച്ച്. അപ്പം ചാക്കി കൊത്ത ശങ്കർ എന്ന് പറഞ്ഞ മാതിരി തന്നെ ബെസ്റ്റ് അമ്മയും ബെസ്റ്റ് മോനും. അമ്മ അഭിപ്രായം പറഞ്ഞതിലല്ല തെറ്റുള്ളൂ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആരുടെ തന്തയ്ക്കും വിളിക്കാന്നല്ല, ഓരോന്ന് പറയുന്നതിലും ലൈൻ ഓഫ് റെസ്പെക്ട് ഉണ്ട്. അതുപോലും കീപ്പ് ചെയ്യാതെ സംസാരിച്ചുകൊണ്ടും ആർമിക്കെതിരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട്, ഇന്ത്യൻ ആർമിക്കെതിരെ മോശമായിട്ട് സംസാരിച്ച അമ്മയുടെ മകനെ പോലീസുകാർ തൂക്കിയതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ പറയുന്നത് മറ്റേ എന്താണ് ആ സംഭവത്തിന്റെ പേര്, അയ്യോ മറന്നുപോയല്ലോ, ജാമ്യം എടുക്കാന്ന് പറഞ്ഞ് വിട്ടതാണ്, പിന്നെ ആളെ കണ്ടിട്ടില്ല. അതാണ് എൻ്റെ മോന് ഹാർട്ട് പേഷ്യൻ്റ് ആണ്, എൻ്റെ മോന് അത്ര വലിയ ധൈര്യമൊന്നുമില്ല, മകന് ധൈര്യമില്ല. അതായത് മകൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വലിയ പരിചയമില്ലേ, മകന് ധൈര്യമില്ല, വീഡിയോ ചെയ്യാനേ പറ്റും, അവന് ധൈര്യം ഇല്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ധൈര്യം ഇല്ലെങ്കിൽ എന്തിനാ പണിക്ക് നിൽക്കുന്നത്? പലരോടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യുന്ന പോലെ, കാർ ഓടിക്കുമ്പോൾ വീഡിയോ ചെയ്യുന്ന പോലെ, നമ്പർ 2 ഇരിക്കുമ്പോൾ കമന്റ് ഇടുന്ന പോലെ അല്ല ഈ സാധനം. ഡയറക്റ്റ് ഫേസ് ചെയ്യുമ്പോൾ നട്ടലെന്ന് പറയുന്ന ഒരു സാധനം എന്നാൽ അതേപോലെ ഉണ്ടാവണം. ഞാൻ ചെയ്യും എന്തേന്നുള്ള രീതിയിൽ ചോദിക്കണം, അല്ലാതെ പേടിച്ചോടി നെഞ്ചത്ത് ഓടിച്ച് കരഞ്ഞ് കൈയും കാലും പിടിച്ച് മാപ്പ അപേക്ഷന് മേലെ ചെയ്യൂല എന്ന് പോകുന്നവരാണ് ഭൂരിപക്ഷ ആൾക്കാരുകളും. പിന്നെ എന്തിനാണ് ഈ ആവശ്യം പണിക്ക് നിൽക്കുന്നത്, എന്തിനാണ് ഈ ആവശ്യത പണിക്ക് നിൽക്കുന്നത്? മകന് ഇങ്ങനെ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മകൻ അതിൻ്റെതായ രീതിയിൽ വീഡിയോസും അല്ലെങ്കിൽ കാര്യങ്ങളും ചെയ്തു പോയിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? വരത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു പോവുക, അഭിപ്രായം മാന്യമായ രീതിയിൽ സംസാരിച്ച ഇഷ്യൂ വരുമായിരുന്നു. ഇതിപ്പോൾ അമ്മയാണെങ്കിലും മകനാണെങ്കിലും മകൻ ഇങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു അമ്മയുടെ രീതിയിൽ ഒരു ടോക്ക് വരുന്നത്. അതെങ്ങനെ ശരിയാവുക? അപ്പൊ എല്ലാവരോടും പറയാനുള്ളത് ഇത് എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. ഇതിപ്പോ ഇനി പുള്ളി ഇനിയിപ്പോ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഈ പട്ടിയുടെ പാല് 12 കാലവും വളഞ്ഞിരിക്കലും പറഞ്ഞ മാതിരി പുറത്തിറങ്ങി. കാരണം ഇതിനു മുമ്പും ഒരുപാട് കേസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും പുള്ളി മുങ്ങി നടക്കുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ചിന്തിച്ചുകൂടായിരുന്നു, ഇവിടെ ലോ ഉണ്ട്, ഒരാൾക്കെതിരെ ഒന്നും പറയുമ്പോൾ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നത്. ലാലേട്ടനും അല്ല കേസ് കൊടുത്തിരിക്കുന്നത്, സിദ്ദിഖാണ് കേസ് കൊടുത്തിരിക്കുന്നത് അമ്മ ന്റെ ഭാഗമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്മിങ് ഡേയ്സിലാണെങ്കിലും ഫിലിം റിലേറ്റഡ് ആയിട്ട് ആക്ഷേപ രീതിയിൽ സംസാരം സോഷ്യൽ മീഡിയയിൽ വന്നാൽ പറഞ്ഞവനെ തൂക്കും എന്നുള്ള രീതിയിലൊരു സംഭവമാണ് എനിക്ക് സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഈ ഒരു അസോസിയേഷന്റെ ഭാഗത്തുനിന്നും എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കുന്തളിപ്പ് കാണിക്കുന്നവരോട്, ഇത് നിങ്ങളുടെ ആരുടെയും കുടുംബഭാഗ്യമല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. മാന്യമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞ ഒരു വിഷയമില്ല, അല്ലാതെ ഇങ്ങനെ തേച്ചൊട്ടിച്ച് ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ നാട്ടുകാർക്ക് അല്ല തിന്നയില്ല തീറ്റിക്കില്ല എന്നുള്ള സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അഴി അകത്ത് പോയിട്ട് ഇരിക്കേണ്ടി വരും. അതിൽ എനിക്കിപ്പോ ഒരു ഇത് തോന്നുന്നില്ല. പിന്നെ അമ്മ എന്നുള്ള രീതിയിൽ കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞ് എന്നുള്ളൊരു അവസ്ഥയാണ്. അമ്മ അവിടെ ന്യായീകരിക്കുന്നു, എൻ്റെ മകന് ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ഇതൊക്കെ നിങ്ങളുടെ വിഷയമാണ്.
ഇതൊക്കെ അറിഞ്ഞ് നിൽക്കേണ്ട നിങ്ങളാണ്. ഇപ്പൊ ഈവൻ കഴിഞ്ഞ ദിവസം കമന്റ് ബോക്സിലാണെങ്കിലും ചില വീഡിയോസ് ഞാൻ കണ്ടു, അറിയാതെ പറ്റിയതാണ്, മോശം കമന്റ് ഇട്ടിട്ട് നാട്ടുകാർ തൂക്കിയപ്പോൾ അറിയാതെ പറ്റിയതാണ്. ഇതെങ്ങനെ അറിയാതെ പറ്റിയതാവുന്നത്? ചകളപ്പൊത്ത് പൊത്തിക്കഴിയുമ്പോൾ മനസ്സിലാവും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അറിയാതെ പറ്റില്ല എന്ന് ഭാവിച്ച് ചെയ്ത കാര്യങ്ങൾ ഇനി മേലെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ നാട്ടുകാരാക്കി തന്നു എന്നുള്ളത്. ഈ ഊള കമന്റ് മോശമായ രീതിയിൽ അബ്യൂസും കമന്റും ഇട്ട് തന്നിട്ട് അതിന് റിയാക്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും പരിപാടി ഇതാണ്, നിന്ന് മോങ്ങുക. അപ്പൊ അവർക്ക് ഭാവി വരുന്നു. നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാർ അറിഞ്ഞാൽ എനിക്ക് എന്താ ജീവിതം ഉണ്ടാവുക, അല്ലെങ്കിൽ അമ്മ അച്ഛനെയും പറ്റിയിട്ടൊക്കെ ചിന്ത വരുന്നത്. ഈ പണിക്ക് നിൽക്കാൻ നിന്നാ പോരെ, മാന്യമായ രീതിയിൽ അവനവന്റെ കാര്യം നോക്കി പോയാൽ പോരെ. അപ്പോൾ ചെകുത്താന്റെ പ്രൊഫൈലാണെങ്കിൽ നമ്മൾ അധികം ഒന്നും എടുത്തു പറയാത്ത എന്താന്ന് വെച്ചാൽ ഇതാണ് സംഭവം, ഒരു നെഗറ്റിവിറ്റിയാണ്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, പുള്ളിയുടെ വേ ഓഫ് ടോക്ക് ഇങ്ങനെയാണ്. പക്ഷെ പുള്ളി ഇങ്ങനെയാന്ന് വെച്ചിട്ട് നാട്ടുകാർക്കും അല്ലെങ്കിൽ കേരള പോലീസിനെ കണ്ണടച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും വലിയ ദുരന്ത ഭൂമിയിൽ അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ അവിടെയും പോയിട്ട് ലാലേട്ടന്റെ ചെയ്ത കാര്യങ്ങളെയും അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയെയും വരെ പുച്ഛിക്കാൻ ചെകുത്താൻ എടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവ്, അതാണ് ഇപ്പൊ അഴിക്കുള്ളിലായത്. അതിലൊരു രീതിയിലും തെറ്റില്ല.